ഈ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോഴത്തേക്ക് ഫോർ ദ ബഡ്ജറ്റ് വളരെ നല്ലൊരു ലക്ഷറി പ്രൊവൈഡ് ചെയ്യുന്ന, എന്നാൽ നല്ല ഔട്ട്സൈഡിൽ എക്സ്റ്റീരിയറിലായിരുന്നാലും ഇന്റേണലി ആയിരുന്നാലും ഇന്റീരിയറിലായിരുന്നാലും നല്ലൊരു പ്രീമിയംനെസ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഓവറോൾ മെയിൻ്റനൻസ് നോക്കുമ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും ഇതിൻ്റെ യൂസ് ചെയ്യുന്നവരൊക്കെ വീണ്ടും ഒരു അപ്ഗ്രേഡ് വരുന്ന സമയത്ത് വീണ്ടും Hyundai തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൻ്റനൻസ് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ കോമ്പാക്ട് SUV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ ലീഡറാണ് അല്ലെങ്കിൽ കിങ് ആണ് Hyundaiയുടെ ഈ ഒരു ക്രെറ്റ എന്ന് പറയുന്ന മോഡൽ. എന്തായാലും അത് ആ ഒരു ലെഗസി കീപ്പ് ഓൺ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഇനി ഇതിനൊരു നല്ല കോമ്പീറ്ററായിട്ട് ആദ്യം മുതലുള്ള റെനോയുടെ ലേറ്റസ്റ്റ് ഡസ്റ്റർ വരുമെന്ന് കേൾക്കുന്നു. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ഒന്ന് ടഫാവും. പിന്നെ ഹോണ്ടയുടെ എലിവേറ്റ് അതും നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടെക്നോളജി വൈസ്, അതായത് ഗാഡ്ജറ്റ്സ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കൊറിയൻസ് ആർ സൂപ്പർ വിന്നർ.